ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മുരിങ്ങയില ചമ്മന്തിയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ 3 പച്ചമുളകും 2 ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് നമ്മളങ്ങനെ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഒരു പിടി തേങ്ങ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ഇത് കേട്ടിട്ടുണ്ട് മുന്നേ മുരിങ്ങയിലേനെ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുരിങ്ങേൻ്റെ ഇലേനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പലരും പറഞ്ഞ് കേട്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരിത്തിരി പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് ഞാൻ പുളി. അതും ചേർത്ത് കൊടുത്തിട്ട് ഇതാ നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ മുരിങ്ങേൻ്റെ ഇല നമ്മൾ തണ്ടൊക്കെ കളഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കുറച്ച് ഇത് ഒരളവിൽ എടുത്തിട്ടുള്ളൂ ഞാൻ. അതും ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കിയതിന് ശേഷം അധികമൊന്നും വാടണ്ട കേട്ടോ. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇത് ചൂടായതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ അരയ്ക്കാം. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ വേറെ കറി ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാ നല്ല ചമ്മന്തി തേങ്ങയും ഒക്കെ കൂട്ടിയിട്ടുള്ള ചമ്മന്തി കൂട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തി. താങ്ക് യു.